ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിയ ജൂവൻ ശ്വാസം നഷ്ടപ്പെട്ട് ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഫോണിലൂടെ അവന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ റായിമിന് സിറ്റുവേഷൻ മോശമാണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. സംസാരിച്ചുകൊണ്ടിരിക്കെ ഫോൺ കട്ടായി പോവുകയും ചെയ്യുന്നു. അവൾ വീണ്ടും വീണ്ടും അവന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. റായിം കരഞ്ഞുകൊണ്ട് വേഗം അയോങ്ങിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ജുവൻ ലിഫ്റ്റിൽ കുടുങ്ങിയിരിക്കുന്ന വിവരം പറയുന്നു. വേഗം തന്നെ കിമ്മിനോട് വിവരം പറയാൻ പറഞ്ഞിട്ട് റായിം ഫോൺ കട്ട് ചെയ്യുന്നു. ഉടനെ തന്നെ അവൾ ആംബുലൻസിനും വിളിച്ച് വിവരം നൽകുന്നുണ്ട്. അതിനുശേഷം കിട്ടിയ ഒരു ടാക്സിയിൽ വേഗം അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. ജുവൻ ഇടയ്ക്ക് മയങ്ങി വീണെങ്കിലും അവന് ഇടയ്ക്കിടെ ബോധം വീഴുന്നുണ്ട്. ഈ സമയത്ത് പുറത്ത് ലിഫ്റ്റ് തുറക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നത് അവന് മനസ്സിലാവുന്നു. കിമ്മിന്റെ ശബ്ദവും നിലവിളിയും ഒക്കെ അവൻ കേൾക്കുന്നുണ്ട്. പക്ഷേ പ്രതികരിക്കാൻ അവന് പറ്റുന്നില്ല. എങ്ങനെയൊക്കെ അവർ ലിഫ്റ്റ് തുറക്കുന്നുണ്ട്. അവരെ കണ്ടപ്പോഴേക്കും ജുവന്റെ ബോധം പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. അവനെ ആ അവസ്ഥയിൽ കണ്ടതിൽ ഏറ്റവും കൂടുതൽ വിഷമം കിമ്മിനായിരുന്നു. അപ്പോഴേക്കും ആംബുലൻസും അവിടെ എത്തിയിരുന്നതിനാൽ അവർ വേഗം അവനെ ആംബുലൻസിലേക്ക് കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുന്നു. ആംബുലൻസ് അവിടെ നിന്ന് വിട്ട സമയത്താണ് റായിം ടാക്സിയിൽ അവിടെ എത്തിയത്. അവളും വേഗം ആംബുലൻസിനെ ഫോളോ ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. റായിം ഓഡിഷൻ അറ്റൻഡ് ചെയ്തില്ല. ഓഡിഷന്റെ ടൈം ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരം ഈ സമയം സീനിയർ ജങ്സുവിനെ അറിയിക്കുന്നു. ജുവന് സംഭവിച്ചതൊന്നും അവർ അറിയുന്നില്ലല്ലോ. ജുവൻ മനഃപൂർവ്വം ഓഡിഷൻ അറ്റൻഡ് ചെയ്യാതിരുന്നതായിരിക്കും എന്നാണ് ജങ്സു കരുതിയത്. ജുവന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പാർക്കും കരുതിയിരുന്നതല്ല. ഇങ്ങനെയൊക്കെ ആയതിൽ അയാൾക്കും നല്ല വിഷമമുണ്ട്. അയാൾ അവനെ കാണാനായി പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അയാളുടെ സഹായി അതിന് സമ്മതിക്കാതെ തൽക്കാലം അയാൾ അവിടെ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് അയാളെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. റായിം ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ജുവനെ പരിശോധിച്ച ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നത്. അവനിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ജോലി കൂടുതൽ കൊണ്ടാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് എന്ന് വേണം പത്രക്കാരൊക്കെ അറിയാമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഡോക്ടർ കിമ്മിനെ അറിയിക്കുന്നു. മുമ്പ് റായിമിന്റെ ശരീരത്തിലായിരുന്ന സമയത്ത് ജുവൻ ഡോക്ടറെ പോയി കണ്ടിരുന്നല്ലോ. അതുകൊണ്ട് റായിമിനെ കണ്ടപ്പോൾ ഡോക്ടർ പരിചയത്തോടെ സംസാരിക്കുന്നു. അവൾക്ക് പക്ഷേ അവരെ പരിചയമില്ല. അതുകൊണ്ട് എന്നെ അറിയാമോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ജുവനെ പോലെ താനുമായിട്ടുള്ള മീറ്റിംഗ് സീക്രട്ടായി വെക്കാൻ അവൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്നാണ് ഡോക്ടർ കരുതിയത്. അത് രഹസ്യമാക്കി വെക്കണമെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നുണ്ട്. റായിം അകത്തേക്ക് ചെന്ന് ജുവനെ കാണുന്നു. അപ്പോഴേക്കും അവന്റെ കണ്ടീഷൻ ഒരുവിധം നോർമലായി കഴിഞ്ഞിരുന്നു. ലിഫ്റ്റിനുള്ളിൽ നീ എന്ത് ചെയ്യുകയായിരുന്നു? അതിനുള്ളിൽ കയറരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ജുവൻ അവളെ കണ്ടപ്പോൾ തന്നെ ചോദിക്കുന്നു. അവനെ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിക്കേണ്ടി വന്നതിന് അവൾ സോറി പറയുന്നുണ്ട്. റായിം പേടിച്ച പോലെ കുറച്ച് ദൂരെ നിന്നാണ് സംസാരിക്കുന്നത്. ജുവൻ അവളെ അടുത്തേക്ക് വിളിച്ച് ചേർത്ത് നിർത്തിയിട്ട് ഇനി ഒരിക്കലും നിന്നെ കാണാൻ പറ്റില്ലായിരിക്കും എന്നാണ് അതിനുള്ളിൽ കിടന്നപ്പോൾ ഞാൻ കരുതിയത് എന്ന് പറയുന്നു. ഞാനും അങ്ങനെ തന്നെ പേടിച്ചു പോയി എന്ന് പറഞ്ഞ് അവളും അവനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും കുറച്ച് നോർമലായി കഴിഞ്ഞപ്പോഴാണ് ഓഡിഷന്റെ കാര്യം എന്തായി എന്ന് അവൻ ചോദിക്കുന്നത്. അവൾ ഓഡിഷൻ അറ്റൻഡ് ചെയ്തില്ല എന്ന് അറിഞ്ഞപ്പോൾ അവൻ ട്രിപ്പ് ഇടാൻ വേണ്ടി കയ്യിൽ കുത്തിയിരുന്ന സൂചിയൊക്കെ വലിച്ചൂരിയിട്ട് അവളുടെ എതിർപ്പൊന്നും വകവയ്ക്കാതെ അപ്പോൾ തന്നെ അവളെയും കൊണ്ട് ഓഡിഷൻ സ്ഥലത്തേക്ക് പോകുന്നു. പക്ഷെ അവർ അവിടെ എത്തിയപ്പോഴേക്കും ഓഡിഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു. കമ്പോസർ ചതിച്ച മറ്റേ സിംഗർ പ്രസ് കോൺഫറൻസ് നടത്തിയതോടെ ഓസ്കാർ നിരപരാധിയാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അവന്റെ പേരിലുള്ള കുറ്റമൊക്കെ മാറി ഇപ്പോൾ സ്വതന്ത്രനായിരിക്കുന്നു. അവൻ അതിനെക്കുറിച്ച് പത്രക്കാരുമായി സംസാരിക്കുന്ന സമയത്ത് യൂൻസിയോൾ കുറച്ച് ദൂരെ നിന്ന് കാറിൽ അവനെ വാച്ച് ചെയ്യുന്നുണ്ട്. അവന്റെ പേര് ക്ലിയർ ആയതിൽ അവൾക്കും ആശ്വാസവും സന്തോഷവും ഒക്കെ ഉണ്ട്. അവൾ അവിടെ നിന്ന് ഓഫീസിലെത്തിയപ്പോൾ ഓസ്കാർ അവളെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. താൻ ചെയ്ത തെറ്റെന്താണ് എന്ന് മനസ്സിലായതോടെ അവളോട് ക്ഷമ പറഞ്ഞ് വീണ്ടും പഴയതുപോലെ അവളുമായി ബന്ധം ഉണ്ടാക്കാൻ കഴിയും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലായിരുന്നു ഓസ്കാർ അവിടേക്ക് വന്നത്. പക്ഷേ യൂൻസിയോൾ അതിന് യാതൊരു വിധത്തിലും അനുകൂലമായ മറുപടി നൽകുന്നില്ല. പഴയതുപോലെ ആവാൻ പറ്റുമെന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? നീ ഇത്ര പെട്ടെന്ന് നിന്റെ തെറ്റിന് സ്വയം ക്ഷമിച്ചു കഴിഞ്ഞോ? എനിക്ക് അങ്ങനെ അത്ര പെട്ടെന്ന് അത് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് അവൻ്റെ അടുത്ത് നിന്ന് പോകുന്നു. പക്ഷെ അകത്തെ മുറിയിൽ ചെന്ന് നിന്ന് അവൾ കുറെ കരയുന്നത് അവൻ വിൻഡോയിലൂടെ കാണുന്നുണ്ട്. റായിമും ജുവനും കൂടി തിരികെ അവളുടെ വീട്ടിലേക്കാണ് പോയത്. ഓഡിഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതിൽ അവൾക്ക് നല്ല വിഷമമുണ്ട്. ഏത് വഴിയിലൂടെ ആണെങ്കിലും അവൾക്ക് വീണ്ടും ഓഡിഷൻ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ജുവൻ അവൾക്ക് വാക്ക് കൊടുക്കുന്നു. അതെങ്ങനെ സാധിക്കുമെന്ന് അവൾക്ക് യാതൊരു ഐഡിയയില്ലെങ്കിലും തൽക്കാലം അവനെ വിശ്വസിക്കാൻ അവൾ തയ്യാറാവുന്നുണ്ട്. അവൻ അവിടെ നിന്ന് തിരികെ പോകുന്ന സമയത്ത് ജങ്സു അവനെ മീറ്റ് ചെയ്യുന്നു. ആദ്യം റായിമാണ് എന്ന് കരുതിയാണ് ജങ്സു അവനോട് സംസാരിച്ചത്. പിന്നീടാണ് ജുവൻ തിരികെ എത്തിയിരിക്കുന്നു എന്നുള്ള വിവരം അവൻ അറിയുന്നത്. അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഓഡിഷൻ അറ്റൻഡ് ചെയ്യാതിരുന്നത് അവൻ്റെ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജങ്സു അവനെ അടിക്കുന്നുണ്ട്. സാധാരണ ജുവൻ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ വളരെ മോശമായി പ്രതികരിക്കുന്നതാണ്. പക്ഷേ ഇത്തവണ തങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ ഓർത്ത് ഇത് ക്ഷമിക്കാൻ തയ്യാറാവുകയാണ് എന്ന് ജുവൻ പറയുന്നു. റായിമിന് വീണ്ടും ഓഡിഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ആ ഡയറക്ടർ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന് ജുവൻ ജങ്സുവിനോട് ചോദിക്കുന്നു. ഇപ്പോൾ ആ ഡയറക്ടർ ജപ്പാനിലാണ് ഉള്ളത് എന്ന് അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അമ്മ വീട്ടിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ട് ജുവൻ ഇപ്പോൾ ഓസ്കയുടെ അടുത്താണല്ലോ താമസിക്കുന്നത്. അവൻ അങ്ങോട്ടേക്ക് കയറി ചെന്നപ്പോൾ റായിമാണോ ജുവൻ ആണോ എന്ന് ഓസ്കയും കൺഫ്യൂഷൻ ആവുന്നുണ്ട്. മഴ പെയ്തതുകൊണ്ട് ഞങ്ങൾ വീണ്ടും സ്വിച്ചായി. മഴ തന്നെയാണ് കാരണമെന്ന് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ ജുവൻ ഓസ്കയെ അറിയിക്കുന്നു. ഓസ്ക ഏഷ്യ മൊത്തത്തിൽ ഫേമസ് ആയിട്ടുള്ള സിംഗർ ആണല്ലോ. അതുകൊണ്ട് ജപ്പാനിൽ അവന് പല കോണ്ടാക്റ്റുമുണ്ട്. അവരിൽ ആരെങ്കിലും വിളിച്ചിട്ട് ഈ ഡയറക്ടറുടെ കോണ്ടാക്ട് നമ്പറോ അയാൾ താമസിക്കുന്ന ഹോട്ടലിലെ നമ്പറോ ഒന്ന് സംഘടിപ്പിച്ച് തരാൻ പറ്റുമോ എന്ന് ജുവൻ ഓസ്കയോട് ചോദിക്കുന്നു. റായിമിന് വേണ്ടിയാണ് എന്ന് അറിഞ്ഞപ്പോൾ ഓസ്കി അതിന് തയ്യാറാവുന്നുണ്ട്. അവൻ അപ്പോൾ തന്നെ അവിടെ ഇരുന്ന് ജപ്പാനിൽ അവന് പരിചയമുള്ള കുറേ ആൾക്കാരെ വിളിക്കുന്നുണ്ട്.
അങ്ങനെ കുറേ സമയത്തെ ശ്രമത്തിനു ശേഷം ആ ഡയറക്ടർ താമസിക്കുന്ന ഹോട്ടലിലെ നമ്പറും ഡയറക്ടറുടെ നമ്പറും ഓസ്കയ്ക്ക് കിട്ടുന്നു. അവനത് ജുവന് കൈമാറുന്നുണ്ട്. ജുവൻ അപ്പോൾ മുതൽ ആ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും ഡയറക്ടർ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അന്ന് രാത്രി പലതവണ അവൻ അയാളുടെ നമ്പറിലേക്ക് വിളിക്കുന്നു. അടുത്ത ദിവസം രാവിലെയും വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴൊന്നും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. പക്ഷെ അവസാനം അയാൾ തിരികെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. 50-ൽ കൂടുതൽ തവണ അവൻ്റെ നമ്പറിൽ നിന്ന് അയാളുടെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നതുകൊണ്ടാണ് അയാൾ തിരിച്ച് വിളിച്ച് അവൻ ആരാണെന്ന് അന്വേഷിക്കുന്നത്. ജുവൻ വിവരം പറഞ്ഞ് വീണ്ടും ഒരു ഓഡിഷൻ നടത്തുന്നതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞപ്പോൾ അയാൾ അതിന് വില്ലിങ് ആവുന്നില്ല. അയാൾക്ക് വേണ്ടി പ്രൈവറ്റ് ജെറ്റ് റെഡിയാക്കി അയാളെ ജപ്പാനിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കാമെന്നും ഫുൾ ചെലവ് ഏറ്റെടുത്തോളാമെന്നുമൊക്കെ അവൻ പറഞ്ഞപ്പോൾ അയാൾ വരാൻ തയ്യാറാവുന്നു. അങ്ങനെ ഒരു സ്വകാര്യ വിമാനം തന്നെ ഏർപ്പാടാക്കി ജുവൻ അയാളെ വീണ്ടും തങ്ങളുടെ നാട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. ജുവൻ തന്നെ നേരിട്ടാണ് അയാളെ എയർപോർട്ടിൽ പോയി റിസീവ് ചെയ്ത് കൊണ്ടുവന്നത്. റൈമിൻ്റെ സ്റ്റണ്ട് സീൻ അയാൾക്ക് കാണാൻ വേണ്ടി ഇവിടെ അവർ ഒരു ഷൂട്ടിംഗ് അറേഞ്ച് ചെയ്തിരുന്നു. അവിടേക്കാണ് അയാളും ടീമംഗങ്ങളും ചെല്ലുന്നത്. അവിടെ വെച്ച് റൈമിൻ്റെ സ്റ്റണ്ട് സീൻ അവർക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ അവിടെ നടക്കാതെ പോയ ഓഡിഷൻ അവിടെ വെച്ച് നടക്കുന്നുണ്ട്. റൈം വളരെ മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നു. ഓഡിഷൻ കഴിഞ്ഞപ്പോൾ വന്നത് വെറുതെ ആയില്ല എന്ന് ഡയറക്ടർക്ക് തോന്നുന്നുണ്ടെങ്കിലും അയാൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ജുവനോട് ഗുഡ് ലക്ക് മാത്രം പറഞ്ഞിട്ടാണ് അയാൾ തിരികെ പോയത്. ഇത്രയും പണം ചെലവാക്കി അങ്ങനെ ഒരു ഓഡിഷൻ റെഡിയാക്കുക മാത്രമല്ല, അന്ന് ഷൂട്ടിങ്ങിനെത്തിയ എല്ലാവർക്കും ഫുഡും മറ്റു ആവശ്യ സാധനങ്ങളും എല്ലാം ജുവൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. റൈമിന് ശരിക്കും സന്തോഷമാവുന്നു. കുറച്ച് ഷൂട്ടിംഗ് കൂടി ബാക്കിയുള്ളതിനാൽ അവളെ അവിടെ വിട്ടിട്ട് അവൻ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. ലിഫ്റ്റിൽ നടന്ന ആക്സിഡന്റിനെ കുറിച്ച് അന്വേഷിച്ചൊരു തീരുമാനമാക്കാനായിരുന്നു അവൻ അപ്പോൾ പോയത്. പാർക്കിനെയും കൺട്രോൾ റൂമിലെ ജോലിക്കാരെയും അവൻ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ശരിക്കും എന്താണ് സംഭവിച്ചത്, ഇതൊരു അപകടമായിരുന്നോ അതോ പ്ലാൻഡ് അറ്റംപ്റ്റ് ആയിരുന്നോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. ജോലിക്കാർക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയാമായിരുന്നില്ല. അതുകൊണ്ട് പാർക്ക് അവരോട് തിരികെ അവരുടെ റൂമിലേക്ക് പോയിക്കോളാൻ പറഞ്ഞിട്ട് ഇപ്പോൾ സംഭവിച്ച അപകടം തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റാണ്, അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവനുമായി ഏറ്റെടുത്ത് ജോലി റിസൈൻ ചെയ്യാൻ തയ്യാറാവുകയാണ് എന്ന് പറഞ്ഞ് തൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ ജുവന് നൽകുന്നു. അയാൾ അങ്ങനെ ഒരു ഏറ്റുപറച്ചിൽ നടത്തിയത് ജുവൻ്റെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. എന്നാലും അയാളുടെ റെസിഗ്നേഷൻ ലെറ്റർ അവൻ സ്വീകരിക്കുന്നു. അങ്ങനെ പാർക്ക് തൽക്കാലം അവിടുത്തെ ജോലിയൊക്കെ മതിയാക്കി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഓസ്ക യൂൻസിയോളിൻ്റെ വിഷമവും പിണക്കവും ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ട് മുമ്പ് അവൾ ചെയ്തിരുന്നത് പോലെ ഇപ്പോൾ അവൾ പോകുന്നിടത്തെല്ലാം അവളുടെ പുറകെ ചെന്ന് തനിക്ക് അവളെ ഇഷ്ടമാണ് എന്ന് പബ്ലിക്കായി അനൗൺസ് ചെയ്ത് അവളോട് ക്ഷമ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോൺ യൂൻസിയോളുമായി കോൺട്രാക്റ്റ് സൈൻ ചെയ്തില്ല എന്ന് ഓസ്ക അറിയുന്നതിനാൽ അവൻ വീണ്ടും സോണിനെ കണ്ടിട്ട് തനിക്കൊപ്പം വരുന്നോ എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. പക്ഷേ സോൺ ഇപ്പോഴും ഒരു മറുപടി നൽകുന്നില്ല. വിദേശത്തേക്ക് പോവുകയാണ് എന്നാണ് അവൻ പറഞ്ഞത്. തൻ്റെ കൂടെ നിന്നാൽ അവൻ ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ പറഞ്ഞിട്ടാണ് ഓസ്ക അവിടെ നിന്ന് പോയത്. സോൺ ഇങ്ങനെ അവനെ കാണുമ്പോഴൊക്കെ വഴക്കുണ്ടാക്കുന്നുണ്ടെങ്കിലും അവന് ശരിക്കും ഓസ്കയോട് നല്ല ഇഷ്ടമുണ്ട്. അതുതന്നെയാണ് അവൻ്റെ പ്രശ്നവും. അവൻ്റെ കൈവശമുണ്ടായിരുന്ന മ്യൂസിക് പ്ലെയറും ഹെഡ്ഫോണും ഒക്കെ കൂടി ഓസ്ക വാങ്ങിക്കൊണ്ട് പോയിരുന്നു. വീട്ടിലെത്തിയ ശേഷമാണ് അതിനുള്ള പാട്ട് എന്താണെന്ന് അവൻ കേട്ട് നോക്കുന്നത്. അവൻ്റെ തന്നെ കുറച്ച് സോങ്സ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അവനങ്ങനെ അത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് റായും അവനെ കാണാനായി വന്നത്. അവളുടെ സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുകയായിരുന്നല്ലോ, അതൊക്കെ തിരികെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവൾ വന്നിരിക്കുന്നത്. കുറേ കാലത്തിന് ശേഷം അവളെ അവളുടെ സ്വന്തം രൂപത്തിൽ കണ്ടതിൻ്റെ സന്തോഷത്തിൽ ഓസ്ക കുറച്ച് സമയം അവളുമായി സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല ന്യൂ ഇയർ അല്ലേ, അതുകൊണ്ട് ഫാൻ മീറ്റിംഗ് നടക്കുകയാണ് എന്ന് വിചാരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അവൻ പുതിയൊരു കലണ്ടർ എടുത്തുകൊണ്ട് വന്ന് അവൾക്ക് സമ്മാനിക്കുന്നു. ഓസ്ക ജുവനുമായി എപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ടെങ്കിലും എപ്പോഴും അവൻ്റെ കാര്യത്തിൽ നന്നായി കെയർ ചെയ്യുന്നത് പോലെയും അവൻ്റെ മുന്നിൽ മനഃപൂർവ്വം തോറ്റു കൊടുക്കുന്നത് പോലെയും ഒക്കെ റായിമിന് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ അതിനെപ്പറ്റി അവനോട് ചോദിക്കുന്നു. മറ്റാർക്കും ഇതുവരെ അത് മനസ്സിലായിട്ടില്ല. അവൾക്ക് എങ്ങനെ അത് മനസ്സിലായി എന്ന് ചോദിച്ച് ഓസ്ക അത് സത്യം തന്നെയാണ് എന്ന് തുറന്ന് സമ്മതിക്കുന്നു. ജുവന്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ പെരുമാറാൻ തുടങ്ങിയതിന് ഒരു കാരണമുണ്ട് എന്ന് പറഞ്ഞ് ഓസ്ക അതിനെപ്പറ്റിയും പറയുന്നു. അവന് 21 വയസ്സായ സമയത്ത് അവൻ വലിയൊരു അപകടത്തിൽ പെട്ടിരുന്നു. അതിനുശേഷം അവൻ ഡിപ്രഷനിലേക്ക് എത്തി. ആരോടും അധികം സംസാരിക്കാറില്ല, വീടിന് പുറത്തേക്ക് ഇറങ്ങാറില്ല. അവൻ അങ്ങനെ ഒരു കണ്ടീഷനിലൂടെ കടന്നു പോകുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അവനെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ പതുക്കെ അവനോട് നിസ്സാര കാര്യങ്ങൾക്ക് വരെ വഴക്കുണ്ടാക്കാൻ തുടങ്ങി എന്നൊക്കെ ഓസ്ക അവളോട് പറയുന്നു. അന്ന് എന്ത് അപകടമാണ് സംഭവിച്ചത് എന്ന് അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും അതിനെപ്പറ്റി അവൻ പറഞ്ഞു തന്നെ അറിഞ്ഞാൽ മതി. കാരണം അവൻ ആ സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ മറന്നിരിക്കുകയാണ്. അവൻ അത്രയധികം സ്ട്രഗിൾ ചെയ്തതുകൊണ്ട് ഞങ്ങളാരും അതിനെപ്പറ്റി ഓർമ്മിക്കാൻ ശ്രമിച്ചിട്ടില്ല. അവൻ എന്തെങ്കിലും തനിയെ അതൊക്കെ ഓർത്തെടുക്കുകയാണെങ്കിൽ അന്ന് അവൻ തന്നെ നിന്നോട് അതിനെക്കുറിച്ചൊക്കെ പറയുമെന്നാണ് ഓസ്ക പറഞ്ഞത്. ജുവനെ കുറിച്ച് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ട് അതിൻ്റെ വിഷമത്തിലാണ് റായും അവളുടെ സാധനങ്ങളുമായി പുറത്തേക്ക് ഇറങ്ങിയത്. ആ സമയത്ത് ജുവൻ അവിടേക്ക് വരുന്നുണ്ട്. അവളെ അന്വേഷിച്ച് അവളുടെ വീട്ടിൽ പോയിട്ട് തിരികെ വരുന്ന വഴിയായിരുന്നു അവൻ. ഒരു ഡേറ്റിന് പോകാനായിട്ട് അവൻ അവളെ വിളിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് അപ്പോൾ അതിനുള്ള മൂഡുണ്ടായിരുന്നില്ല. വീട്ടിലേക്ക് തന്നെ പോവുകയാണ് എന്ന് പറയുന്നതിനാൽ അവൻ അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നു. അവൾക്കൊപ്പം റൂമിലേക്ക് ചെല്ലുന്നുമുണ്ട്. അവനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി റായും മനഃപൂർവ്വം അവന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിലാണ് ഓസ്ക അവൾക്ക് നൽകിയ കലണ്ടർ ജുവൻ കണ്ടത്. മുമ്പ് അതേപോലെ ഒന്ന് അവിടെ ഇരുന്നത് അവളുടെ ശരീരത്തിലായിരുന്ന സമയത്ത് അവൻ കുത്തിവരച്ച് നശിപ്പിച്ചിരുന്നു.
റൈം ആ കലണ്ടറിൽ ഒരു ഡേറ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് അവൻ ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ അതിന് മറുപടി നൽകുന്നില്ല. മുമ്പത്തെ കലണ്ടർ ചീത്തയാക്കിയതിന് അവനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ജുവന്റെ അമ്മ ഈ സമയം അവന്റെ വീട്ടിലെ ജോലിക്കാരെയും അവരുടെ അസിസ്റ്റന്റിനെയും വിളിച്ചിരുത്തി ഇവരെക്കുറിച്ച് അറിയാൻ വേണ്ടി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ജുവൻ ആ സമയത്ത് റൈമിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് എന്നറിഞ്ഞ് അവർ ദേഷ്യപ്പെടുന്നു. ജോലിക്കാർ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് ഓസ്കയുടെ അമ്മ അന്നത്തെ ന്യൂസ് പേപ്പറുമായി അവിടേക്ക് വന്നത്. അതിൽ ഓസ്ക യൂൻസിയോളുടെ പുറകെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് വന്നിരുന്നു. ഫ്രണ്ട് പേജിൽ തന്നെയാണ് വാർത്ത വന്നിരിക്കുന്നത്. അതും കാണിച്ചുകൊണ്ടാണ് ഓസ്കയുടെ അമ്മ വന്നിരിക്കുന്നത്. അവളെ ജുവന് വേണ്ടി ജുവന്റെ അമ്മ അറേഞ്ച് ചെയ്തതാണല്ലോ, എന്നിട്ട് ഓസ്കയുടെ പുറകെ നടക്കുകയാണ് എന്ന രീതിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഓസ്കയുടെ അമ്മ വന്നത്. അവൾ ഓസ്കയുടെ ഫാനാണെന്ന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നതല്ലേ, അതുകൊണ്ട് നിന്റെ മകനായിരിക്കണം അവളുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞ് ജുവന്റെ അമ്മ ഓസ്കയെ കുറ്റപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഓസ്കയും ആ വാർത്ത കണ്ടിരുന്നു. അത് യൂൻസിയോളിനെ കാണിക്കാൻ വേണ്ടി അവൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു. ഓസ്ക പത്രം അവളെ കാണിച്ചപ്പോൾ എത്രയും പെട്ടെന്ന് ആ പത്രത്തിന്റെ ഓഫീസിൽ വിളിച്ചിട്ട് ആ വാർത്ത ഫേക്ക് ആണ് എന്ന് പറയാനും ഇതിനെക്കുറിച്ച് തിരക്കാനായി വിളിക്കുന്ന എല്ലാവരോടും ഫേക്ക് ന്യൂസ് ആണ് എന്ന് പറയാനുമൊക്കെ അവൾ അവനോട് പറയുന്നു. അപ്പോഴാണ് മുമ്പ് അവൾ തന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്ന സമയത്ത് തങ്ങളുടെ അഫയറിനെ കുറിച്ച് ഏതെങ്കിലും റിപ്പോർട്ട് വന്നാൽ പത്രത്തിന്റെ ഓഫീസിൽ വിളിച്ച് അത് തെറ്റാണെന്ന് പറയണമെന്നും ആരെങ്കിലും അതിനെക്കുറിച്ച് വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ ഫേക്ക് ന്യൂസ് ആണ് എന്ന് അവരോടെല്ലാം പറയണമെന്നുമൊക്കെ ഓസ്ക അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രത്തോളം ക്രൂരമാണത് എന്ന് അവൻ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. തൻ്റെ കുറ്റം ഏറ്റുപറഞ്ഞ് അവൻ അവളോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ യൂൻസിയോളിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. അവളുടെ വിഷമം മനസ്സിലാക്കി അവളെ സമാധാനിപ്പിക്കാനായി അവൻ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്നവരൊക്കെ അതിൻ്റെ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങുന്നു. അത്രയും ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്നതൊന്നും ഓസ്ക അപ്പോൾ ശ്രദ്ധിക്കുന്നതേയില്ല. ജുവൻ വീട്ടിൽ തിരികെ എത്തിക്കഴിഞ്ഞപ്പോൾ റൈം കലണ്ടറിൽ അടയാളപ്പെടുത്തിയത് ഏത് ദിവസമായിരിക്കും എന്നുള്ള ചിന്തയിലായിരുന്നു. മുമ്പ് ഒരു തവണ ജങ്സു അവളുടെ അച്ഛൻ്റെ ഡെത്ത് ആനിവേഴ്സറിയെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് അത് തന്നെ ആയിരിക്കും എന്ന് അവൻ ഊഹിക്കുന്നു. എനിക്ക് 17 വയസ്സുള്ള സമയത്താണ് ഫയർ ഫൈറ്റർ ആയിരുന്ന അച്ഛൻ ഒരു അപകടത്തിൽ മരണപ്പെട്ടത് എന്ന് റൈം മുമ്പ് പറഞ്ഞത് അവൻ ഓർക്കുന്നു. 13 വർഷങ്ങൾക്ക് മുമ്പ് തന്നെയാണല്ലോ തനിക്കുള്ള അപകടവും സംഭവിച്ചത് എന്നൊക്കെ അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഓസ്ക അങ്ങോട്ടേക്ക് വന്ന് കയറിയത്. 13 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന റൈമിൻ്റെ അച്ഛൻ്റെ അപകടത്തെക്കുറിച്ച് അവൻ ഓസ്കയോട് പറയുന്നു. എനിക്ക് ആ സംഭവത്തെക്കുറിച്ച് ഓർമ്മയില്ലെങ്കിലും എൻ്റെ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് അനുസരിച്ച് എൻ്റെ കാർ ആക്സിഡൻറ്റ് സംഭവിച്ചതും അതേ ദിവസം തന്നെയാണ്. പക്ഷേ നിങ്ങളൊക്കെ പറയുന്നത് പോലെ അത് കാർ ആക്സിഡൻറ്റ് തന്നെയാണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ എനിക്ക് സംശയമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ലിഫ്റ്റിൽ പെട്ടുപോയ സമയത്ത് എനിക്ക് പഴയ ചില സംഭവങ്ങൾ ചെറുതായി ഓർമ്മ വന്നിരുന്നു. 13 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് സംഭവിച്ചത് കാർ ആക്സിഡൻ്റ് ആയിരുന്നോ അതോ ലിഫ്റ്റ് ആക്സിഡൻ്റ് ആയിരുന്നോ എന്ന് ജുവൻ ഓസ്കയോട് ചോദിക്കുന്നു. ഓസ്ക അതിനെക്കുറിച്ച് വ്യക്തമായൊരു മറുപടി നൽകാത്തതുകൊണ്ട് അടുത്ത ദിവസം ജുവൻ തൻ്റെ ഡോക്ടറെ ഓഫീസിലേക്ക് വിളിപ്പിച്ച് ഇതേ കാര്യം തന്നെ ചോദിക്കുന്നു. അന്ന് നടന്നത് കാർ ആക്സിഡൻ്റ് ആയിരുന്നോ അതോ ലിഫ്റ്റ് ആക്സിഡൻ്റ് ആയിരുന്നോ എന്നാണ് അവൻ ചോദിച്ചത്. ആദ്യമൊന്നും അവർ സത്യം പറയാൻ തയ്യാറാവുന്നില്ലെങ്കിലും അവസാനം അതുതന്നെയാണ് സംഭവിച്ചത് എന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. എൻ്റെ അമ്മയും ഓസ്കയും നിങ്ങളുമെല്ലാം ഇതെന്തിനാണ് എന്നിൽ നിന്ന് മറച്ചു വെച്ചതെന്ന് ജുവൻ ചോദിക്കുന്നു. അന്ന് നീ അതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നിയിരുന്നു. നീ ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ വെറുതെ പറഞ്ഞ് നിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് എന്തിനാണ് എന്നാണ് ഞങ്ങൾ എല്ലാവരും ചിന്തിച്ചത്. നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളത് ഒളിപ്പിച്ച് വെച്ചത് എന്ന് ഡോക്ടർ അവനോട് പറയുന്നു. അന്ന് ലിഫ്റ്റിനുള്ളിൽ എങ്ങനെയാണ് ആക്സിഡന്റ് സംഭവിച്ചത് എന്ന് അവൻ ചോദിച്ചെങ്കിലും അതിനെപ്പറ്റി എനിക്കറിയില്ല. നിന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന ശേഷമാണ് അപകടത്തെപ്പറ്റി ഞാൻ അറിഞ്ഞത് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അവന് പക്ഷേ അതത്ര വിശ്വാസമാവുന്നില്ല. എന്നാലും ഡോക്ടർ അതിൽ കൂടുതലൊന്നും പറയാൻ പോകുന്നില്ല എന്ന് അവന് മനസ്സിലാവുന്നു. ആ ഓർമ്മകൾ അവനെ വേദനിപ്പിക്കുകയുള്ളൂ, പിന്നെ എന്തിനാണ് അത് ഓർക്കാൻ ശ്രമിക്കുന്നത് എന്നും ഡോക്ടർ അവനോട് ചോദിക്കുന്നുണ്ട്. അന്ന് ഞാൻ മറന്നുപോയ ഓർമ്മകൾ എനിക്ക് പ്രധാനപ്പെട്ട എന്തോ ഉണ്ട് എന്നൊരു തോന്നൽ അടുത്തിടെയായി എനിക്ക് ഉണ്ടായിരിക്കുകയാണ്. പക്ഷെ അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തോ വിലപിടിപ്പുള്ളതാണ് എന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നവൻ പറയുന്നു. അച്ഛൻ്റെ മെമ്മോറിയൽ ദിവസം റായും അച്ഛൻ്റെ ശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന ആ സെമിത്തേരിയിലേക്ക് ചെന്ന സമയത്ത് ജുവൻ്റെ അമ്മ അവിടെ നിൽപ്പുണ്ട്. അവരെ അവിടെ കണ്ട് അവളും ശരിക്കും ഷോക്കാവുന്നു. അവൾ തന്നെ ഫോളോ ചെയ്ത് വന്നതാണ് എന്നാണ് അവർ ആദ്യം കരുതിയത്. അതിൻ്റെ പേരിൽ അവളോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ റായും അടുത്തേക്ക് ചെന്നിട്ട് എൻ്റെ അച്ഛൻ്റെ മെമ്മോറിയൽ സ്ഥലത്ത് ഇങ്ങനെ പൂക്കൾ കൊണ്ടുവയ്ക്കാൻ മാത്രം എന്ത് ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത്? നിങ്ങൾക്ക് എൻ്റെ അച്ഛനെ നേരത്തെ പരിചയമുണ്ടോ എന്ന് അവരോട് ചോദിക്കുന്നു. അപ്പോഴാണ് അത് അവളുടെ അച്ഛനാണ് എന്ന് അവർ അറിയുന്നത്. വലിയൊരു ഷോക്കിംഗ് ന്യൂസ് കേട്ടതുപോലെയായിരുന്നു ജുവൻ്റെ അമ്മയുടെ റിയാക്ഷൻ. ഭയങ്കരമായി തളർന്ന് അവശതയിലായതുപോലെയാണ് അവർ അവിടെ നിന്ന് തിരികെ പോയത്. എന്താണ് അതിന് കാരണമെന്നോ എന്തിനാണ് അവർ തൻ്റെ അച്ഛന് പൂക്കൾ കൊണ്ടുവച്ചത് എന്നോ ഒന്നും റായിമിന് മനസ്സിലാവുന്നില്ല. ജുവൻ അവൻ്റെ മാളിലെ ഒരു ഷോപ്പിൽ ചെന്നിട്ട് റായിമിനെ സമ്മാനിക്കാനായി എന്തോ ഒരു ജുവലറി പ്രത്യേകം ഡിസൈൻ ചെയ്യിക്കുന്നുണ്ട്. പൂച്ചയുടെ ആകൃതിയിൽ ഒരു പടം വരച്ച് നൽകിയിട്ട് അതേ രീതിയിൽ അത് ചെയ്തെടുക്കണമെന്നാണ് അവൻ ഓർഡർ നൽകിയിരിക്കുന്നത്. അടുത്ത ഒരു ദിവസം റായിം ആക്ഷൻ സ്കൂളിൽ നിന്ന് തിരികെ പോകുന്ന സമയത്ത് അവൻ അവളെ പിക്ക് ചെയ്യാനായി ചെല്ലുന്നു. അവനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് അവൾ കുറച്ച് പച്ചക്കറിയും മറ്റ് സാധനങ്ങളും ഒക്കെ വാങ്ങിക്കൊണ്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. പക്ഷെ അവർ അതുമായി അവൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അവൻ്റെ അമ്മ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞ് ആയോങ്ങിൻ്റെ മെസ്സേജ് അവൾക്ക് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ
മറ്റൊരു ദിവസം ഫുഡ് ഉണ്ടാക്കി തരാൻ ഇപ്പോൾ അത്യാവശ്യമായി എനിക്ക് വേറൊരു സ്ഥലം വരെ പോകണം എന്ന് പറഞ്ഞ് അവൾ അവനെ ഒഴിവാക്കി അവിടെ നിന്ന് ഓടിപ്പോകുന്നു. വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് കുറച്ച് ദൂരെ ആയതിനാൽ അവന് കൂടെ പോകാനും പറ്റുന്നില്ല. അവൾ വീട്ടിലെത്തുമ്പോൾ ജുവന്റെ അമ്മ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നിന്നോട് ചില സത്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നീ അതറിയും. 13 വർഷങ്ങൾക്ക് മുമ്പ് ജുവന് ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ചെറിയൊരു കാർ ആക്സിഡന്റ് ആണ് എന്നാണ് അവൻ ആ സംഭവത്തെക്കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അന്നത്തെ അപകടത്തിൽ നിന്നുണ്ടായ ട്രോമ കാരണം ശരിക്കും നടന്നത് അവൻ മറന്നുപോയി. അന്ന് അവനെ രക്ഷപ്പെടുത്തിയ ഫയർ ഫൈറ്റേഴ്സിൽ ഒരാളുടെ ജീവൻ അവിടെ വെച്ച് നഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയാണ് ഞാൻ സെമിത്തേരിയിലേക്ക് ചെന്നത്. അത് നിന്റെ അച്ഛനാണ് എന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത് എന്ന് ജുവന്റെ അമ്മ പറയുന്നു. റായിമിനത് വലിയൊരു ഷോക്കായിരുന്നു. ആദ്യം അവൾക്ക് അവർ പറയുന്നത് അത്ര വിശ്വാസം വരുന്നില്ല. പക്ഷേ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് ക്ഷമ ചോദിക്കുന്നു. അവൾക്കുണ്ടായ നഷ്ടത്തിന് എത്ര വലിയ നഷ്ടപരിഹാരം വേണമെങ്കിലും നൽകാൻ തയ്യാറാണ്. പക്ഷേ തൻ്റെ മകനെ ഉപദ്രവിക്കരുത്, അവനെ വിട്ട് എങ്ങോട്ടെങ്കിലും പോകണമെന്ന് അവർ അവളോട് അപേക്ഷിക്കുന്നു. അപ്പോഴും റായും അത് വിശ്വസിക്കാൻ പറ്റാതെ ആകെ ഷോക്കായി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.